എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വേറെങ്ങുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പന്തളം ഉല്ലാസ് പന്തളത്തിൻ്റെ നാടായ പന്തളത്താണ്. അതായത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പന്തളത്ത് ഉല്ലാസ് പന്തളത്തിൻ്റെ സംരംഭമായ മുന്തിരി പന്തൽ റെസ്റ്റോറൻറ്റ് ഇന്ന് അതിൻ്റെ ഉദ്ഘാടനമാണ്. ഒത്തിരി നമ്മൾ പ്രോഗ്രാമിലൂടെയൊക്കെ കണ്ടിട്ടുള്ള നമ്മുടെ ഉല്ലാസ് പന്തളത്തിൻ്റെ ടീം അംഗങ്ങളായ ഫ്ലവേഴ്സ് മാജിക്കിൻ്റെ ടീം അണിയറ പ്രവർത്തകരും ബാക്കിയുള്ള എല്ലാവരും ഇന്നിവിടെ എത്തുകയാണ്. അവരാണ് ഇവിടെ ഉദ്ഘാടനം നടത്തുന്നത്. അപ്പം നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് പോകാം. ഉല്ലാസ് പന്തളം ഇവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ടൊന്ന് പോയി കാണാം. നമുക്ക് നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും എല്ലാം വളരെയധികം നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് തന്ന നമ്മുടെ ഉല്ലാസ് ചേട്ടൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. രണ്ട് വാക്കൊന്ന് പറയാമോ ഇതിനെക്കുറിച്ച്? ഒരു പുതിയ സംരംഭം തുടങ്ങുകയാണ്. അതിൻ്റെ ഒരു ടെൻഷനിലാണ്. ഇപ്പോൾ 5 മണിക്ക് ഉദ്ഘാടനമാണ്. പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അനിൽമോനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. ആദ്യ വിൽപ്പന നിർവഹിക്കുന്നത് ബഹുമാന്യനായ മുനിസിപ്പൽ ചെയർമാൻ അദ്ദേഹമാണ്. അപ്പം ഇനി ഒരു 15 മിനിറ്റൂടെ കഴിയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമാണ്. എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും ഉണ്ടാകണം. ചായ കൊടുത്തോണ്ട് നമുക്ക് ആദ്യ സംരംഭമാണ്. പന്തളം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള ഒരു ക്യാൻറ്റീനായിരുന്നു. ഇപ്പോഴും അത് വനിതാ ക്യാൻറ്റീൻ എന്ന പേരിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. മുന്തിരി പന്തൽ എന്നാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് അനീഷ് മോനാണ്. അപ്പോൾ ഇന്ന് അദ്ദേഹമാണ് ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ആ പേരിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? മുന്തിരി പന്തൽ ഒന്നുമില്ല, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പണ്ട് നമ്മുടെ തൃപ്പൂണിത്തുറ
അദ്ദേഹം പേരൊരു മുല്ലപ്പന്തലുണ്ട്. അതുപോലെ എടുത്തിട്ട് ആ കേസ് വരുന്നുള്ളതുകൊണ്ട് അതൊക്കെ മാറ്റി പിടിച്ചു നിർത്തിയത്. എന്തായാലും നാടൻ വിഭവങ്ങളായിരിക്കും, വ്യത്യസ്തമായ നമ്മുടെ നാടൻ ശൈലിയിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ഇവിടെ ഉള്ളത്. ധൈര്യമായിട്ട് വരാം. ശുദ്ധമായ എണ്ണയിലും മായമൊന്നുമില്ലാത്ത ഭക്ഷണമാണ്. ജോലി ചെയ്യുന്നതെല്ലാം സ്ത്രീകൾ തന്നെയാണ്. സ്ത്രീകളുണ്ട്. പാചകം, കുക്കിംഗ്, പൊറോട്ട അടിക്കുന്നൊക്കെ അതൊക്കെ പൊറോട്ട അടിക്കാനും അതൊക്കെ ആണുങ്ങൾ തന്നെ. പാചകത്തിന് ഒരു പാപ്പൻ എന്ന് പറഞ്ഞ ഒരാളാണ്. അദ്ദേഹം കുട്ടനാടുകാരനാണ്. അപ്പോൾ കുട്ടനാട് സ്റ്റൈലിലുള്ള കറികളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സ്പെഷ്യൽ. ഷാപ്പിലെ കറിയാണോ ഉദ്ദേശിക്കുന്നത്? ഷാപ്പിലെ പോലെ തന്നെയാണ്. വ്യത്യസ്തമായ എന്തെങ്കിലും വിഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇപ്പോൾ നമ്മൾ വ്യത്യസ്തമായ വിഭവങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ തുടക്കമായതുകൊണ്ട് നമ്മൾ ആരംഭിച്ച് വരുന്നേ ഉള്ളൂ. അപ്പോൾ വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഇനി ഇങ്ങോട്ട് ഉണ്ടാകും, ഉറപ്പായിട്ടുണ്ട്. ഒരു വനിതാ ഹോട്ടൽ തുടങ്ങണം എന്നുള്ളൊരു ആശയം, അതിൻ്റെ എന്തായിരുന്നു? അല്ല, നമ്മൾ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള സ്ഥാപനം. അപ്പോൾ അത് നമ്മൾ അങ്ങനെ തുടങ്ങാൻ പറ്റും. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ ദിവസവും. വനിതാ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ജനകീയ ഹോട്ടലുമായിട്ട് എന്തെങ്കിലും അങ്ങനെയല്ല. റേറ്റ് ഒക്കെ സാധാരണ റേറ്റ് ന്യായമായ റേറ്റ് എടുക്കും. ന്യായമായ റേറ്റ്. അവർ വരും. ചെറിയൊരു കലാ സന്ധ്യ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചെറിയ നാടൻ പാട്ടും മ്യൂസിക് പെർഫോമൻസുകളൊക്കെ ഒരു 1.5 മണിക്കൂർ. നമുക്ക് പന്തളത്ത് നിവാസികൾക്ക് അറിയാവുന്നതുപോലെ തന്നെ ഒരു സമയത്ത് നന്നായി പ്രവർത്തിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ വിശപ്പടക്കുന്നതിലപ്പുറം ഏറ്റവും സ്വാദിഷ്ടമായ ഭക്ഷണം പന്തളത്ത് ടൗണിൽ കിട്ടുന്ന ഒരു വനിതാ ക്യാൻറ്റീനാണ് ദീർഘവർഷങ്ങളായി അടഞ്ഞുപോയിട്ടുള്ളത്. ഭരണസമിതി ഭരണപക്ഷ വ്യത്യാസമില്ലാതെ കൂട്ടായി എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാർഷിക പദ്ധതി ഫണ്ട് ഉപയോഗിച്ച് ഇത് പൂർണ്ണമായി നവീകരിക്കുന്നതിനും ഇന്ന് ആ ലക്ഷ്യം ഫലപ്രാപ്തിയിലെത്തുന്നത് കാണാനും കഴിഞ്ഞിട്ടുള്ള സന്തോഷം നിങ്ങളോട് പങ്കുവെക്കുന്നു. നമുക്കറിയാവുന്നതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ ഒരു ഐഡൻറ്റിറ്റിയായി ഇത് മാറണം. ഇവിടെ പേര് സൂചിപ്പിക്കുന്നത് മുന്തിരിപ്പന്തൽ എന്നാണ്. ഏറ്റവും രുചികരമായ സ്വാദിഷ്ടമായ ഭക്ഷണം ലഭിക്കുന്നതോടൊപ്പം മായം കലർത്താത്ത ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന മനസ്സും ശരീരത്തിനും ഒരേപോലെ ഗുണകരമാകുന്ന ഹൃദയത്തിൽ സന്തോഷം പകരുന്ന ഒരിടമായി ഇത് മാറട്ടെ. ഇതിൻ്റെ സംരംഭകർക്ക്, പ്രത്യേകിച്ച് നേതൃത്വം നൽകുന്ന വനിതാ ഗ്രൂപ്പിന്, അതിൻ്റെ നേതൃത്വമായി പ്രവർത്തിക്കുന്ന സഹോദരതുല്യരായ മുഴുവൻ പേർക്കും ഒറ്റവാക്കിൽ ബ്ലോക്ക് ഭരണസമിതിയുടെ പേരുള്ള ഹൃദയംഗമായ ആശംസകളും പങ്കെടുത്തവർക്കുള്ള നന്ദിയും രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. ചിരിയുമായി മനുഷ്യനെ സമീപിക്കുന്ന ആ സഹോദരൻ്റെ ചിരിയോടൊപ്പമുള്ള മധുരമേറിയ ഭക്ഷണം ഇവിടുന്ന് ലഭിക്കും. തീർച്ചയായും പന്തളത്തുകാർക്ക് അഭിമാനമാണ്. ഇത് നല്ല വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഏറെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ പോൾ അനീഷ് മോൻ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ശ്രീ രഘു പെരുമ്പിളിക്കൽ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെയേറെ സന്തോഷത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞാൻ ഇന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത്. വൈകുന്നേരം 5 മണിക്കും 5:15 ഇടയിലുള്ള ശുഭമുഹൂർത്തത്തിൽ മുന്തിരിപ്പന്തൽ എന്ന എൻ്റെ ചെറിയ ഈ റെസ്റ്റോറൻറ്റ് പന്തളത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ അനീഷ് മോൻ ഉദ്ഘാടനം ചെയ്ത് ആദ്യ വിൽപ്പന മുനിസിപ്പൽ ചെയർമാൻ ശ്രീമാൻ അച്ചൻകുഞ്ഞോൾ അവർ നിർവഹിക്കുകയും തദവസരത്തിലും ഈ മഹനീയ മുഹൂർത്തത്തെ ധന്യമാക്കിയ ബ്ലോക്ക് പഞ്ചായത്തിലെയും മുനിസിപ്പൽ കൗൺസിലിലെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും മുനിസിപ്പൽ കൗൺസിലർമാരും ഇത് കേട്ട് ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം അറിഞ്ഞ് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട പന്തളത്തെ എൻ്റെ
നാട്ടുകാരും അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കും ഇവിടെ ഈ പ്രോഗ്രാം ഇന്നത്തെ ഉദ്ഘാടനം അറിഞ്ഞു വന്ന പ്രിയപ്പെട്ട ഓൺലൈൻ മാധ്യമ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയംഗമായ നന്ദി ഈ അവസരത്തിൽ